ഇപ്പോൾ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററായ ജയശങ്കർ ഒരു കാര്യം വ്യക്തമാക്കി പാകിസ്ഥാനെ കുറിച്ച്. അതായത് പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഇനി നയതന്ത്ര ചർച്ചയൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞ് കുറെ സ്റ്റേറ്റ്മെന്റ് എല്ലാം പുറത്തുവിട്ടു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് യഥാർത്ഥത്തിൽ ജയശങ്കർ എന്താണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് എങ്ങനെയാണ് ഒരു തീവ്രവാദ രാജ്യമായി മാറിയത്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇനി അതായത് പഴയ പോലെ തിരിച്ചു വരാൻ സാധ്യമാണോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ജയശങ്കർ എന്താ പറഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ടെററിസ്റ്റ് രാജ്യമായി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പ്രശ്നം പാകിസ്ഥാൻ നേരിട്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് അവരുടെ ജോഗ്രഫിക് ലൊക്കേഷൻ തന്നെയാണ്. അതായത് ഇന്ത്യ സെപ്പറേറ്റ് ആയി പിരിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെ സറൗണ്ട് ചെയ്ത് 3 രാജ്യങ്ങളാണ്. ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ. അപ്പോൾ ഈ 3 രാജ്യങ്ങളുമായിട്ട് പാകിസ്ഥാന് ഒരു നല്ല റിലേഷൻ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്ന് ഇറാനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഷിയ വേഴ്സസ് സുന്നി എന്ന് പറയുന്ന ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചേരില്ല. അടിക്കടി അതായത് ഇറാൻ അതായത് പാകിസ്ഥാനെതിരെ അറ്റാക്കുകൾ നടത്തുകയും പാകിസ്ഥാൻ അങ്ങോട്ട് തിരിച്ചടിക്കുകയും ഇതെല്ലാം തന്നെ കോമൺ ആയി നടക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് എന്താണ്, അതായത് ഇറാനെതിരെയും അതായത് സ്ട്രോങ് ആയി പ്രസൻസ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാന് അവരുടെ അതായത് ഈ ഒരു വെപ്പൺ ഉപയോഗിക്കേണ്ടി വന്നു, അതായത് ആർമി എന്ന് പറയുന്നത്. അപ്പോൾ ആർമി മാത്രം പറ്റാത്തതുകൊണ്ട് തന്നെ അവർ ഈ ടെററിസ്റ്റുകളെ കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. രണ്ടാമത്തേത് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ആദ്യം തൊട്ടേ അതായത് താലിബാൻ സപ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ താലിബാനും പാകിസ്ഥാനും ചേരില്ല. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് താലിബാനെ ടെററിസ്റ്റ് ചെയ്യാനും കൗണ്ടർ ടെറർ ചെയ്യാനും ഇവർ ഉപയോഗിച്ച വെപ്പണാണ് ടെററിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആയുധം. അതുപോലെ തന്നെ ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് അവരെ ഒരിക്കലും അറ്റാക്ക് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ അവർ വേണമെന്ന് വെച്ച് വാണ്ടിങ് ആയി ഇന്ത്യനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യനോട് അടിക്കടി വന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഡയറക്റ്റ് വാറിലോട്ട് പോകുമെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ അങ്ങനെ നടക്കുകയാണെങ്കിൽ അത് വേൾഡ് ലെവലിൽ വലിയ പ്രശ്നമാകും എന്ന് അറിഞ്ഞുകൊണ്ട് അവർ കയ്യിലെടുത്ത ഒരു ആയുധമാണ് ഈ ടെററിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം. അപ്പോൾ ഈ ടെററിസ്റ്റ് ആൾക്കാരെ അവരുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് അവിടെ തന്നെ ട്രെയിനിങ് ചെയ്ത് ഒരു മിലിറ്ററിനെ എങ്ങനെ അയക്കുന്ന പോലെ മറ്റൊരു രാജ്യത്തോട്ട് കയറ്റി അയക്കുകയാണെങ്കിൽ അവിടെയുള്ള ക്രമസമാധാനവും നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പാകിസ്ഥാന് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പാകിസ്ഥാൻ തുടക്കം തൊട്ടേ ഈ ടെററിസ്റ്റുകളെ വലിയ രീതിയിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ആയി മാറ്റിവെക്കാൻ ശ്രമിച്ചില്ല. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പിന്തുണയാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം അവർക്ക് വലിയൊരു പ്രശ്നമായി നേരിട്ടെന്ന് വെച്ചാൽ, അതായത് അവിടെ പ്രധാനമായിട്ടും ആർമി. അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു മിലിറ്ററി ഭരണം വരാത്തതെന്ന്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അതായത് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെക്കാട്ടും കൂടുതൽ പവർ മിലിറ്ററി ആൾക്കാർക്കാണ്. ഇതുകൊണ്ടെന്നാണ് അടിക്കടി മിലിറ്ററി കൂപ്പ് സംഭവിക്കുന്നു. ഇത്രയും വർഷങ്ങളായെങ്കിലും ഒരു വർഷം പോലും 5 വർഷം തികച്ചിട്ട് ഒരു പ്രധാനമന്ത്രി അവിടെ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ അതായത് ഈ മിലിറ്ററിക്ക് തനിച്ച് ഈ ഭരണം പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മിലിറ്ററി എന്ത് ചെയ്തു, അതായത് ഈ ടെററിസ്റ്റ് ആൾക്കാരെയും കൂടെ ഇവരുടെ ഭാഗത്ത് നിർത്തി അങ്ങനെ ജനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇവർ ഈ മിലിറ്ററി കൂപ്പ് അടിക്കടി സംഭവിപ്പിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ്, അതായത് പാകിസ്ഥാനിലെ അതായത് സ്റ്റെബിലിറ്റി മൊത്തം അവരുടെ കൺട്രോൾ മൊത്തം മിലിറ്ററിന്റെ അടുത്താണ്. അപ്പോൾ ഈ മിലിറ്ററിനെ അനുസരിക്കാത്ത ആൾക്കാർ വരികയാണെങ്കിൽ അവരത് എടുത്തു കളയുകയും അപ്പോൾ ആ ഒരു സമയത്ത് അതായത് മിലിറ്ററി കൂപ്പ് സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവരൊരു ആയുധമായി കരുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ മിലിറ്ററിയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലും വളരാൻ സാധിച്ചു. മൂന്നാമത്തെ പ്രശ്നമാണ് അവിടുത്തെ മതം. അതായത് ഇപ്പോൾ ലോകത്തുള്ള ഏത് രാജ്യം എടുത്തു നോക്കട്ടെ, അതായത് ഇപ്പോൾ മതങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ പലതുമുണ്ട്. പക്ഷെ എന്ന് വെച്ച് ആ മതത്തിന്റെ പേരിൽ ഓരോ തെറ്റുകൾ ചെയ്ത് അതിനെ ന്യായീകരിക്കുന്ന രാജ്യമാണെങ്കിൽ അത് ഈ പാകിസ്ഥാൻ പോലെ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെല്ലാം തന്നെ ഏകദേശം കാണാതാവാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യ എടുത്തോട്ടെ, അതുപോലെ തന്നെ ഖത്തർ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എടുത്തോക്കെ ഇവിടെയും മുസ്ലിം ആൾക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. മുസ്ലിം അതായത് ശരിയ നിയമപ്രകാരം തന്നെയാണ് ഭരിക്കുന്നത്. പക്ഷെ അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് അഡ്വാൻസ് ടെക്നോളജി വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ ടെററിസ്റ്റുകളെ വളർത്താതിരിക്കുകയും അതുപോലെ തന്നെ മതമല്ല എല്ലാ കാര്യവും എല്ലായിടത്തും എല്ലാ പ്രസൻസും വേണം എന്ന് ആഗ്രഹിക്കുകയും ഇങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എങ്ങനെ ഫ്രീഡം കൊടുക്കണം, അതുപോലെ തന്നെ സ്ത്രീകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഉള്ള കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കാതെ അതായത് എല്ലാം മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് പാകിസ്ഥാനിൽ സംഭവിച്ചത്. അതായത് പാകിസ്ഥാൻ ആദ്യം തൊട്ടേ ഈ ടെററിസ്റ്റുകളെ വളർത്തി വിട്ടുകൊണ്ട് അത് ഇന്ത്യക്കെതിരെ പരമാവധി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അതായത് മതത്തിൽ ഇങ്ങനെ പറഞ്ഞു, അതായത് മതമാണ് വലുത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും മതത്തിന്റെ പേരിൽ ന്യായീകരിക്കുകയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങളും അതായത് ഈ വലിയ പുരോഗമനമൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരും ഡയറക്റ്റ് ആയിട്ട് ഈ ടെററിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും ഫണ്ട് ഇവർ തന്നെ കൊടുക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് എന്താ, അതായത് ഇവർക്ക് കൂടുതൽ ഫണ്ട് കിട്ടാൻ തുടങ്ങുമ്പോൾ ഇവരും ഒബിയസ്ലി ആയിട്ട് ടെററിസ്റ്റ് ആവാൻ തുടങ്ങി. ഇനി നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ടും
എക്സ്റ്റേണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തന്നെ അങ്ങോട്ട് വരാതാവും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പുറത്തുനിന്ന് വരാതാവുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് ഈ ആൾക്കാർ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ ഈ പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് അതായത് വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ പട്ടിണി കിടക്കുന്നവർക്ക് എവിടുന്ന് പൈസ കിട്ടുന്നു എന്ന് മാത്രമോ നോക്കുള്ളൂ. അല്ലാതെ അത് ഗുഡ് ഡീഡിൽ നിന്നാണോ അല്ലെങ്കിൽ അത് ചീത്തയായ വഴിയിൽ നിന്നാണോ വരുന്നത് എന്ന് അവരൊരിക്കലും നോക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ടെററിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഫണ്ട് തരാം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആയിട്ടും അതിലുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ ടെററിസ്റ്റ് ആയി മാറാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാം വളർന്ന് അതായത് അവർ വളർത്തിയെങ്കിലും അവസാനം അതായത് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം വലുതായി കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ അന്നത്തെ അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് ഇന്നിപ്പോൾ ശക്തിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ കൊന്നൊടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങി. അതായത് ടെററിസ്റ്റിനെ ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല, മറ്റു രാജ്യത്തോട്ട് കിടക്കാനും പറ്റുന്നില്ല. ഇതുകൊണ്ടെന്താണ് അതിന്റെ ഉള്ളിൽ തന്നെ അവർ കലാപം ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ന് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററായ ജയശങ്കർ പറഞ്ഞ കാര്യം അതാണ്. അത് പാകിസ്ഥാൻ ഒരിക്കലും ടെററിസ്റ്റിനെ കൗണ്ടർ പ്രാപ്തി ചെയ്യാൻ വേണ്ടി അവർ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് നയതന്ത്ര ചർച്ചയൊന്നും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. ഇപ്പോൾ പാകിസ്ഥാന് പോയിട്ട് ആ ടെററിസ്റ്റിനെ ഒഴിക്കാൻ പറ്റില്ല. അങ്ങനെ അവരൊരു ശ്രമം എടുക്കുകയാണെങ്കിൽ മിലിറ്ററി ഡയറക്റ്റായി കൂപ്പുണ്ടാക്കിയ അവിടെ വീണ്ടും ഭരണമാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടെന്നാണ് ഇപ്പോൾ അവിടെയുള്ള ഗവൺമെന്റ് ഇപ്പോൾ പെട്ട അവസ്ഥയാണ്. അതായത് മിലിറ്ററിയും അതുപോലെ തന്നെ ഈ ടെററിസ്റ്റ് ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ട് മാത്രമോ അവർക്ക് നടക്കാൻ പറ്റുള്ളൂ. അതിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഭരണം പോകും എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ടെററിസ്റ്റുകളെ അതായത് ഇപ്പോൾ അവിടെ മിലിറ്ററി ആൾക്കാർക്ക് കൂടുതൽ പവർ ഈ ടെററിസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ എല്ലാം കൊണ്ടാണ് അവിടെ ടെററിസ്റ്റ് ആയത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിനെ അങ്ങോട്ട് SCO കോർപ്പറേഷന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പോകുമോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ ഇപ്പോൾ വലിയൊരു ചർച്ച നിൽക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.